അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ മേലേക്ക് ഒരു ദിവസം ഒഴിവില്ലാണ്ട് ഏകദേശം എല്ലാ ദിവസവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൾ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റിന് പോകുക അലീൻ്റെയും മറിയത്തിന്റെയും സ്റ്റാളിലേക്കാണ്. അവർക്കാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തൊക്കെയാ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മളെ പോലെ ഒന്നും ഇല്ല കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും കുറേ ജ്വല്ലറിയും ഒക്കെ ഇട്ടിട്ടാണ് അവർ എപ്പോഴും ഉണ്ടായിരിക്കുക. നല്ല പ്ലസന്റ് ആയിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ ആയിരിക്കും എപ്പോഴും ഇരിക്കുക. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതില്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ട് 13 വർഷം ഇങ്ങനെ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വടകരക്കാർക്കൊക്കെ ഇവരെ ഭയങ്കര പരിചയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേള കാണാൻ വരുന്നവർ ഏറ്റവും കൂടുതൽ തിരയുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഇവരെയാണ് കേട്ടോ. ഇവരുടെ പ്രോഡക്റ്റും ഇവരും ഭയങ്കര കളർഫുള്ളാണ്. ഇത് നമ്മളുടെ ഈജിപ്തിൽ നിന്ന് വന്ന പുതിയൊരാളാണ് കേട്ടോ. ഈ വർഷം മുതലാണ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. ആളൊരു പാവാണ് കേട്ടോ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സെയിലല്ല കേട്ടോ. പ്രധാനമായിട്ടും ഇവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വരിക, ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണുക, അവരോട് സംസാരിക്കുക, ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെയാണ് ഇവരുടെ മെയിൻ. ഇവർക്ക് അങ്ങനെ വലിയ സെയിലൊന്നും ഇല്ലെങ്കിലും എല്ലാ വർഷവും ഇവർ വരും. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ എനിക്ക് 2 ആഫ്രിക്കൻ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടി. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ അറിയപ്പെടാൻ പോകുന്ന ആളാണ്. ഇത് കേട്ടിട്ട് ഇപ്പം എൻ്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടി പോകുമെന്ന് എൻ്റെ പേടി. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ നാടും എൻ്റെ സൈക്കിളും വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നുണ്ടല്ലോ. ഞാൻ അവിടെ പോയി അപ്പം അവരുടെ മുടിയിലേക്കാണ് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ മുടി. എത്ര മെനക്കേടാണല്ലോ ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ. സ്റ്റൈലിന് വേണ്ടിയിട്ട് നല്ല ഫാഷനായിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ ചെയ്തെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു 3-4 മാസം കഴിഞ്ഞ് ഈ സ്റ്റൈൽ എടുക്കുമ്പോൾ ഒരു പുതിയൊരു സ്റ്റൈലിലേക്ക് മാറും. അങ്ങനെയാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ദയാലും സംഭവം ഉഷാറന്നെ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വരുമ്പോൾ വേറൊരു സ്റ്റൈലായിരിക്കും കേട്ടോ. അങ്ങനെ അവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റേജ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുഞ്ഞുമോളുടെ മാജിക് ഷോ ആയിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ കാര്യമായിട്ടുള്ള പരിപാടിയിലേക്കാണ് പോയത്. നമ്മൾ ആദ്യം കഴിച്ചിട്ടുണ്ട്. ഇത് മോമോസ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതല്ലാണ്ട് പിന്നെ ഇറാനിയൻ ഫുഡും ഉണ്ടായിരുന്നേ. അവിടെ എഴുതി വെച്ചത് വായിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ പേര് കോഷ്കറോ അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ. 80 രൂപ കൊടുത്ത് ഇത് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയായിരുന്നു. കാരണം അവരുടെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മുടെ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇത് പിന്നെ കഴിക്കാൻ തൽക്കാലം ഇപ്പോൾ ഒരു കോണം കഴിച്ച് വീട്ടിൽ പോകാന്നുള്ള തീരുമാനത്തിൽ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി.